സാധാരണയായി കഴുത്തിൽ നിന്ന് തോളിൻ്റെ ഭാഗത്തേക്ക് വേദന വരുന്ന ആളുകളുണ്ട്. അതായത് കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ തോളിൻ്റെ ഭാഗത്ത് കൈയിൻ്റെ ഈ മുകൾ ഭാഗത്ത് വരെ വേദന വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇവർക്ക് പൊതുവേ ഉണ്ടാകുന്നൊരു സംശയം ഇത് ഷോൾഡറിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതായത് ഷോൾഡർ ജോയിൻറ്റ് വരുന്നുണ്ട്, കഴുത്തും വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിൻ്റെ പ്രശ്നമാണ്? കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന വേദനയാണോ? ഞരമ്പ് കുടുങ്ങിയതുകൊണ്ടുള്ള വേദനയാണോ? അതോ ഷോൾഡർ ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ? ഇത് സാധാരണ ആളുകൾക്ക് ഇപ്പോൾ ആരെയാണോ, ഓർത്തോക്കാരെ കാണിക്കണോ അതോ ന്യൂറോയിലാണോ കാണിക്കേണ്ടത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെർവിൻ്റെ ആൾക്കാരാണോ കാണിക്കേണ്ടത്? അപ്പോൾ ഒരു മൊത്തത്തിലൊരു സംശയമുള്ള ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് വേദന വരുമ്പോൾ. അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് സംബന്ധമായ പ്രശ്നം കൊണ്ടാണോ എൻ്റെ കയ്യിലേക്ക് ഇടത്തെ കയ്യിലാണ് പ്രത്യേകിച്ചും ഹാർട്ടിൻ്റെ സംബന്ധമായിട്ടുള്ള വേദനയാണോ, അത്തരത്തിലുള്ള ഡൗട്ട് വരാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഷോൾഡറിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഈ വേദന വരുന്നത്, അല്ലെങ്കിൽ കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിഷൻ കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഷോൾഡറിൽ നിന്ന് തുടങ്ങി കഴുത്തിൻ്റെ സൈഡ്, ഷോൾഡർ, അതുപോലെ ഈ ഇത്രയും ഭാഗം ഒരു വേദന വരികയാണെങ്കിൽ എപ്പോഴും നമുക്ക് സംശയം ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇത് ഷോൾഡറിൻ്റെ പ്രശ്നം കൊണ്ട് വരാം, കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരാം. ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ്. സാധാരണയായി നമുക്ക് ആദ്യം കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിലുള്ള എങ്ങനെയാണ് തിരിച്ചറിയുന്നത് മനസ്സിലാക്കാം. കഴുത്തിൻ്റെ ഭാഗമായിട്ട് കഴുത്തിൻ്റെ ഡിസ്കിൻ്റെയോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ പുറകിലുള്ള കശേരുക്കൾക്കിടയിലുള്ള ജോയിൻറ്റിൻ്റെയോ അല്ലെങ്കിൽ മസിൽസിൻ്റെയോ ഭാഗമായിട്ട് കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് താഴോട്ട് വേദന വരാം. അപ്പോൾ ഇതാണെങ്കിൽ സാധാരണ ആൾക്ക് വേദന തുടങ്ങിയത് എവിടെയാണെന്ന്, ആദ്യം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് എപ്പോഴും കഴുത്തിൻ്റെ ഭാഗത്താണ്. മിക്ക ആളുകൾക്കും അത് സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴും കഴുത്തിൻ്റെ ഭാഗത്തൊരു വേദനയായിട്ടോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് എടുത്ത് പൊക്കിയപ്പോൾ ഒരു കഴുത്തിനൊരു ഉളുക്കലായിട്ടോ ഒക്കെ ആയിരിക്കും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമായിരിക്കും താഴോട്ട് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വേദന വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരം ഡെസ്ക്ടോപ്പ് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കുറേ നേരം ടൈപ്പ് ചെയ്യേണ്ട ആളുകൾ, കഴുത്ത് കുനിച്ചിരുന്ന് വർക്ക് ചെയ്യേണ്ട ആളുകളായിരിക്കും. അപ്പോൾ അവർക്ക് കഴുത്തിൻ്റെ പുറകിൽ നിന്ന് കൈപ്പല, അതായത് നമ്മുടെ സ്കാപ്പുല എന്ന് പറയുന്ന കൈപ്പലയുടെ ഉള്ളിലുള്ള ഭാഗത്തു നിന്നായിരിക്കും ആദ്യമായിട്ട് വേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കയ്യിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള വേദനയാകുമ്പോൾ അപ്പോൾ നമ്മളൊരു ഏറ്റവും എളുപ്പത്തിൽ അത് കഴുത്തിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കുള്ളത് തന്നെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കിയാൽ മതി. അതായത് കഴുത്ത് രണ്ട് സൈഡിലേക്കും മുകളിലോട്ടും താഴോട്ടും നമ്മൾ തിരിച്ചു നോക്കാം. അപ്പോൾ കഴുത്ത് തിരിക്കുന്ന സമയത്ത് നമുക്ക് കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, കഴുത്ത് തിരിക്കുമ്പോൾ നമുക്ക് വേദന വരുന്നുണ്ട്, കയ്യിലേക്ക് വേദന അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് വേദന വരുന്നുണ്ടെങ്കിൽ അത് മിക്കപ്പോഴും ആ കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വേദനയാവാനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അത് പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലപ്പോൾ നമുക്കത് ഡിസ്ക് പ്രൊലാപ്സ് തന്നെ ആയിരിക്കും. ഡിസ്ക് ഒരു തള്ളിക്കഴിഞ്ഞാൽ നെർവിൻ്റെ കംപ്രഷൻ വന്നാൽ അവിടെ നിന്ന് കയ്യിലേക്ക് വേദന വരാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ അവരോട് ഷോൾഡർ പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നോർമലായിരിക്കും. ഷോൾഡർ പൊക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല, സാധാരണ പോലെ പൊക്കാൻ പറ്റും, ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. ചിലപ്പോൾ ഷോൾഡർ പൊക്കി തലയിലൊക്കെ വെക്കുമ്പോഴായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ വേദന കുറയുക. കാരണം ഈ ഡിസ്ക് പ്രൊലാപ്സ് കാരണം കയ്യിലേക്ക് വരുന്ന വേദനയാണെങ്കിൽ കൈ പൊക്കി തലയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വ്യത്യാസം വരും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വേദനയാണെന്ന് കുറച്ചുകൂടി എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും നോക്കേണ്ടത് കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാ സൈഡിലേക്കും നോക്കുക, അത് നോർമലാണോ നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ ഷോൾഡർ മൂവ് ചെയ്ത് നോക്കാം. ഷോൾഡർ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. നല്ല ഈസി ആയിട്ട് അത് മൂവ് ചെയ്ത് തലേൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ വേദന കുറയുന്നുണ്ടെങ്കിൽ നമുക്കത് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ കഴുത്തിൻ്റെ കശേരുക്കളുടെ പ്രശ്നമാവാം, കഴുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ ഈ സൈഡിലുള്ള മസിൽസിൻ്റെ ശ്വാസം കാരണമുള്ള, അല്ലെങ്കിൽ മസിൽസിൽ ട്രിഗർ പോയിന്റ് വന്നിട്ടുള്ള പെയിൻ ആവാം. പല കാരണങ്ങളുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഓരോന്നും പിന്നീട് രോഗിയെ പരിശോധിച്ച് കണ്ടുപിടിച്ച് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആളുകളാകുമ്പോൾ അപ്പോൾ ആദ്യം നമ്മളത് കഴുത്തിൻ്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. എക്സ്റേ എടുക്കുകയാണെങ്കിലും MRI എടുക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ ഇതാണ് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റും കഴുത്തിൻ്റെ ഭാഗത്തേക്കായിരിക്കും ചെയ്യേണ്ടി വരിക. രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ ഷോൾഡർ പ്രശ്നമാണ്. ഷോൾഡറിൻ്റെ പ്രശ്നമാണ്. അവർക്ക് ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഷോൾഡറിൻ്റെ ആണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് ഒന്നുകിൽ കൈകുത്തി വീണിട്ടുള്ളൊരു ഹിസ്റ്ററി ഉണ്ടാവും. അപ്പോൾ കൈകുത്തി ഒരു പരിക്ക് പറ്റി അതിന് ശേഷം വേദന തുടങ്ങിയതാണ്, കൈ പൊക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൈ സൈഡിലേക്ക് കൈ എല്ലാ മൂവ്മെൻറ്റ്സും കൈയിൻ്റെ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കുക. കൈ മുന്നോട്ട് പൊക്കാനും സൈഡിലേക്ക് പൊക്കാനും പുറകോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ടോ നോക്കുക. അപ്പോൾ സാധാരണ രീതിയിൽ ഷോൾഡറിൻ്റെ പ്രശ്നമാണെങ്കിൽ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് സാധാരണ രീതിയിൽ അഫക്റ്റഡ് ആയിരിക്കും. ഒന്നുകിൽ സൈഡിലോട്ടായിരിക്കും, അല്ലെങ്കിൽ പുറകോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായി, അല്ലെങ്കിൽ മേലോട്ട് പൊക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്തെങ്കിലും ഒരു ഷോൾഡർ മൂവ്മെൻറ്റ്സിൽ പെയിൻ ഇല്ല, അതായത് ഷോൾഡർ മൂവ് ചെയ്യുമ്പോൾ ഒരു പെയിൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷോൾഡറിൻ്റെ പ്രശ്നം. ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഫ്രോസൺ ഷോൾഡറാണ്. ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റിൻ്റെ
ഷോൾഡർ ജോയിൻ്റെ ചുറ്റുള്ള കവറിങ് ടൈറ്റ് ആയിട്ട് ജോയിൻറ്റ് സ്റ്റിഫായി പോകുന്ന അസുഖമാണ് പ്രോസസ്. അപ്പോൾ അതിൽ തുടക്കത്തിൽ സിവിയർ പെയിൻ, അത് രാത്രി കിടക്കാൻ പറ്റാത്ത രീതിയിൽ അസഹനീയമായ പെയിൻ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരും. അപ്പോൾ കൈ നമുക്ക് പുറകോട്ട് എടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ആദ്യം വരിക. ബാക്കിൽ ചൊറിയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഡ്രസ്സ് അയക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ആദ്യം നോക്കേണ്ടത് ഷോൾഡറാണ്. കാരണം വെച്ചാൽ നമുക്ക് കൈ മൂവ്മെൻറ്റ്സ് പുറകോട്ട് എടുക്കാൻ പറ്റുന്നില്ല, മൂവ്മെൻറ്റ്സ് കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ചും ഷുഗറോ അല്ലെങ്കിൽ തൈറോയിഡൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത്രക്കാർക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് ഷോൾഡറിൻ്റെ ഈ ഫ്രോസൺ ഷോൾഡർ വരിക. അപ്പോൾ അത് നമുക്ക് ഷോൾഡറിൻ്റെ പ്രശ്നമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ കൈ കുത്തി വീണതിന് ശേഷം ഷോൾഡർ പൊക്കാനുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഷോൾഡറിൻ്റെ ചുറ്റും കുറേ മസിലിൻ്റെ വള്ളികളുണ്ട്. അപ്പോൾ അതിന് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് കൈ പൊക്കാനുള്ള പ്രശ്നം വരും. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നേരെ തൊടുമ്പം തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് തൊടുമ്പം തന്നെ വേദനയുണ്ട്, അത് മൂവ് ചെയ്യാൻ തീരെ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഷോൾഡറിൻ്റെ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലപ്പോൾ ചിലപ്പോൾ വാദസംബന്ധമായ അസുഖമുള്ള ആളായിരിക്കും, ചിലപ്പോൾ ഓൾറെഡി റുമറ്റോയ്ഡ് ആർത്രൈറ്റിസോ അല്ലെങ്കിൽ അതുപോലുള്ള വാദസംബന്ധമായ അസുഖമുള്ള ആൾ, അതിൻ്റെ ഭാഗമായിട്ട് ജോയിൻറ്റിൽ നീർക്കെട്ട് വന്നാൽ അതിൻ്റെ ഭാഗമായിട്ടും പെയിന് വരാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് കാണിക്കുന്നത് വെച്ചാൽ ഈ ഷോൾഡർ ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഷോൾഡർ പൊക്കാൻ പറ്റില്ല. അത് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സൈഡിലേക്കൊന്ന് പൊക്കാൻ പറഞ്ഞാൽ മതി. സൈഡിലേക്ക് പൊക്കുമ്പോൾ പൊക്കി വരുമ്പോൾ തന്നെ വേദന വരും, അവരല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ വേദന വരും, അതിന് അങ്ങോട്ട് കുറച്ചുകൂടി പൊക്കുമ്പോൾ വേദന കുറയും, ആ രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ തീരെ അനക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും. ഇത് രണ്ടാണെങ്കിലും ഷോൾഡർ ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് പ്രശ്നമെങ്കിൽ നമ്മൾ മെയിനായിട്ടുള്ളത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ ഉള്ളിലുള്ള അസുഖം കൊണ്ടുള്ള വേദനയായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ കഴുത്തിൻ്റെ വേദന നേരത്തെ പറഞ്ഞാൽ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സിലാണ് പ്രശ്നം ഉണ്ടാകുക, ഷോൾഡറിൻ്റെ പെയിൻ ആണെങ്കിൽ ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സിലാണ് പ്രശ്നം. ഇത് രണ്ടും വെച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ അത് ഷോൾഡറിൻ്റെ ആണോ കഴുത്തിൻ്റെ പ്രശ്നമാണോ. അപ്പോൾ പലപ്പോഴും ചിലപ്പം പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിന് പോയി പറയുമ്പോൾ ഷോൾഡറിൻ്റെ പെയിന് പറയുമ്പോൾ ഷോൾഡറിൻ്റെ എക്സ്റേ എടുത്ത് നോക്കും, ആക്ച്വലി പ്രശ്നം ഉണ്ടാകുക കഴുത്തിനായിരിക്കും, കഴുത്തുനിന്ന് വരുന്ന വേദനയായിരിക്കും ഷോൾഡറിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ മൂവ്മെൻറ്റ്സ് ചെക്ക് ചെയ്യാൻ വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ രോഗികൾക്ക് തന്നെ അപ്പോൾ അത് ഏകദേശം ഈസി ആയിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും, കഴുത്തിൻ്റെ പ്രശ്നമാണോ ഷോൾഡറിൻ്റെ ആണോ എന്നുള്ള ഐഡിയ കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കൈയിലേക്ക് തരിപ്പ് വരുന്നുണ്ടെങ്കിൽ, അപ്പോൾ വേദനയുടെ കൂട്ടത്തിൽ തരിപ്പ് വരുന്നുണ്ടെങ്കിൽ അത് സാധ്യത കൂടുതൽ അത് കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. കാരണം കഴുത്തിൻ്റെ ഭാഗത്ത് ഡിസ്ക് തള്ളി നെർവ് കംപ്രസ് ആകുമ്പോഴാണ് കയ്യിലേക്ക് തരിപ്പ് വരിക. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് കഴുത്ത് വേദനയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കയ്യിലേക്ക് തരിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കഴുത്തിൻ്റെ ഭാഗമാണ് സാധ്യത കൂടുതൽ. ഷോൾഡർ പെയിൻ ഒരിക്കലും തരിപ്പ് അതിൻ്റെ ഭാഗമായിട്ട് വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. വളരെ അപൂർവമായിട്ട് ഷോൾഡറിൻ്റെ പ്രശ്നം കൊണ്ട് തരിപ്പ് വരാനുള്ള സാധ്യത ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് തരിപ്പ് അതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് എളുപ്പത്തിൽ കഴുത്തിൻ്റെ പ്രശ്നമായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും അല്ലാതെ വേറൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, അതായത് രണ്ടും ഒരുമിച്ചുണ്ടാവും. അതായത് കഴുത്തിൻ്റെ പ്രശ്നം ഓൾറെഡി ഉണ്ടാവും, തേയ്മാനം ഉണ്ടാവും, അതിൻ്റെ ഭാഗമായിട്ടുള്ള വേദന ഉള്ളതിൻ്റെ കൂടെ തന്നെ പെട്ടെന്നൊരു ഫ്രോസൺ ഷോൾഡർ വന്നു, ഒരു ദിവസം ഫ്രോസൺ ഷോൾഡർ വന്ന് ജോയിൻറ്റ് സ്റ്റിഫായി. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് രണ്ടും ഉണ്ടാവും, അതായത് കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വേദനയും അങ്ങോട്ടുണ്ടാവും, കൂടാതെ ഷോൾഡറിൻ്റെ പ്രശ്നം. അപ്പോൾ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സും പ്രശ്നം ഉണ്ടാവും, ഷോൾഡറിൻ്റെ മൂവ്മെൻറ്റ്സും പ്രശ്നം. അപ്പോൾ അത് രണ്ടും രണ്ടായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതായത് കഴുത്തിൻ്റെ പ്രശ്നം വേറെ ആയിരിക്കും, ഷോൾഡറിൻ്റെ പ്രശ്നം വേറെ. അപ്പോൾ രണ്ടും രണ്ടായിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ എന്തിനാണെങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വേദന വരുമ്പോൾ അത് ഷോൾഡറിൻ്റെ ജോയിൻറ്റിൻ്റെ അസുഖം കൊണ്ട് വരാം, അതുപോലെ തന്നെ കഴുത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ഷോൾഡറിലേക്ക് വേദന വരാം. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കുക. പിന്നെ വളരെ അപൂർവമായിട്ട് ഈ ആട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ, അത് ആട്ടിൻ്റെ പ്രശ്നം കൊണ്ട് കയ്യിലേക്ക് വേദന വരാം. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതായത് നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു സ്ട്രെയിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വേദനയും അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് അസഹനീയമായ വേദനയായിരിക്കും, നെഞ്ചത്തെ വെയിറ്റ് എടുത്ത് വെച്ച ഒരു ഫീലിംഗ് ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ മറ്റുള്ള വേർത്ത് ഒലിക്കുക, മറ്റുള്ള ക്ഷീണം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വേദന പെട്ടെന്ന് മനസ്സിലാക്കി അത് നമ്മൾ വേറെ തന്നെ ട്രീറ്റ് ചെയ്യണം. അല്ലാതെ കൈ പൊക്കുമ്പോൾ നമുക്ക് ഷോൾഡർ പൊക്കുമ്പോൾ വേദന വരുന്നുണ്ട്, മൂവ്മെൻറ്റ്സിൽ വേദന വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയിൽ ഒരിക്കലും കൈയിൻ്റെ മൂവ്മെൻറ്റ്സിലോ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സിലോ ഒന്നും വേദന ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ പലർക്കും പേടിയുള്ള സംഭവമാണ്. ഇപ്പോൾ ലെഫ്റ്റ് ഷോൾഡർ ആണെങ്കിൽ പെയിൻ ഉള്ളതെങ്കിൽ അപ്പോൾ അത് പെയിനിൻ്റെ കാഠിന്യം കാരണം ഇത് ഹാർട്ടിൻ്റെ പ്രശ്നമാണോ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ കൈ പൊക്കുമ്പോൾ വേദന ഉണ്ട്, കൈ പുറകോട്ട് എടുക്കുമ്പോൾ വേദന ഉണ്ട്, അത്തരത്തിൽ മൂവ്മെൻറ്റ്സിൽ നമുക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ അത് ഹാർട്ട് സംബന്ധമായ വേദന ആവാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അത് കൃത്യമായിട്ട് ഒന്നുകിൽ ജോയിൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഡിസ്കിൻ്റെയോ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേദന ആവാനാണ് സാധ്യതയുള്ളൂ. ഇത് കൃത്യമായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്, കഴുത്തിൻ്റെ ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേറെ. രണ്ടും ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് കൃത്യമായിട്ട് ചിലപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റിൽ തന്നെ ശരിയാവും, ചിലപ്പോൾ നമുക്ക് ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സസൈസോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി കിട്ടും. ഇത്തരത്തിൽ മാറാത്ത ആളുകൾക്ക് ടാർഗറ്റഡ് ആയിട്ട് ഇപ്പോൾ കഴുത്തിനാണെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ ആ ഡിസ്ക് കൊലാപ്സ് വന്ന് നെർവ് കംപ്രസ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നേരെ ടാർഗറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ ആണെങ്കിൽ ജോയിൻറ്റ് സ്റ്റിഫായി പോയതാണ്, ഷോൾഡർ മൂവ്മെൻറ്റ്സ് കിട്ടാത്തതാണെങ്കിൽ
അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ആ ചുരുങ്ങിപ്പോയ ഭാഗത്ത് നേരിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അത് റിലാക്സ് ചെയ്തെടുക്കാനും ആ ഷോൾഡർ മൂവ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രോസൺ ഷോൾഡർ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ ഷോൾഡറിൻ്റെ വള്ളികൾ അല്ലെങ്കിൽ ഈ റൊട്ടേറ്റർ കഫിൻ്റെ പൊട്ട് കാരണം ഉണ്ടാകുന്ന വേദനയാണെങ്കിൽ അത്തരത്തിൽ പകുതി പൊട്ടിക്കെടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് നേരിട്ട് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് PRP പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആ പരിക്ക് റിപ്പയർ ചെയ്യാനും അത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ എന്താണോ അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കുക, അത് കൃത്യമായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു പരിഹാരം എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.